അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കാം നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കാൻ സമയം കണ്ടെത്തണം. എന്നിട്ട് വ്യക്തതയുള്ള മനസ്സുമായി ധൃതി പിടിക്കരുത്. ഓട്ടത്തിന് വിജയം നൽകുന്നത് സ്ഥിരതയും പതുക്കെയുള്ള മുന്നേറ്റവുമാണ്. നിങ്ങളുടെ കർത്തവ്യങ്ങൾ മനസ്സിലാക്കേണ്ടതിന് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ അത്യാവശ്യമാണ്. ഏരിസ് റൊമാൻസ്. നിങ്ങളുടെ അനുരാഗ ജീവിതത്തിലേക്ക് ഒരു പുതിയ വ്യക്തിയുടെ കടന്നുവരവിനാൽ ഇന്ന് നിങ്ങൾക്ക് അമിതാഹ്ലാദമുണ്ടാകും. ഈ വ്യക്തിയെ ഇപ്പോൾ നിങ്ങൾ തീരെ പ്രതീക്ഷിച്ചിരിക്കില്ല. വളരെ അവിചാരിതമാണ് ഈ കണ്ടുമുട്ടൽ. ഈ ബന്ധം ഹ്രസ്വകാലത്തേക്ക് മാത്രമേ നിലനിൽക്കുള്ളൂവെങ്കിലും നിങ്ങൾക്ക് അത് വളരെയധികം ഉത്തേജനവും വിനോദവും കൊണ്ടുവരും. അത് നിലനിൽക്കുന്നിടത്തോളം നിങ്ങൾ അത് ആസ്വദിക്കുകയും ചെയ്യും. ഏരിസ് കരിയർ. ഔദ്യോഗിക രംഗത്ത് നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ ഒരവസരം ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതിലാണ് നല്ലതെന്ന് മറ്റുള്ളവരെ കാണിക്കുവാനുള്ള ഒരവസരം ഉപയോഗപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഒരു ലക്ഷ്യം വെച്ച് അത് സാധ്യമാക്കുവാനായി പ്രവർത്തിക്കുന്നത് ഗുണം ചെയ്യും. ഒരു പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ളവർക്കും ഇന്ന് നല്ല ദിവസമായിരിക്കും. ഏരിസ് ഫൈനാൻസ്. വ്യാപാരത്തിൽ തിരിച്ചടികൾക്ക് സാധ്യത കാണുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് അവയെ അതിജീവിക്കുക എന്നതാണ്. ഈ തിരിച്ചടികൾ നിങ്ങളുടെ വ്യാപാരത്തിന്റെ ദീർഘകാല പദ്ധതികൾക്ക് കോട്ടം തട്ടിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. പ്രത്യേകമായ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആകുമെങ്കിൽ അത്യുത്സാഹികളും സ്വയം പ്രേരകരുമായ ആരുടെയെങ്കിലും കൂട്ടുപിടിച്ച് നിങ്ങളുടെ വ്യാപാരം ഉന്നതിപ്പെടുത്തുക. ഏരിസ് ഹെൽത്ത്. അടുത്തിടെ ഉണ്ടായിരുന്ന ക്ഷീണത്തിന്റെയും മാനസിക പിരിമുറുക്കത്തിന്റെയും അവസ്ഥയിൽ നിന്നും നിങ്ങൾ മുക്തി നേടുന്നു. ഇന്ന് ചെറിയ ചില വ്യായാമങ്ങൾ ചെയ്ത് നിങ്ങളുടെ ഊർജത്തിന്റെ നിലവാരമുയർത്തുക. സുഹൃത്തുക്കളുമായി ഒരു നീണ്ട നടത്തം തന്നെയാകട്ടെ, ഒപ്പം കുറച്ച് വ്യതസല്ലാപങ്ങളും ആകാം. ടോറസ് ഓവർവ്യൂ. ഇന്ന് സാമ്പത്തിക കാര്യ സൂചനകൾ വളരെ വിരുദ്ധമായ സൂചനകളാണ് നൽകുന്നത്. ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക മാത്രം ചെയ്യുവാനുള്ള സമയമാണ്, നിക്ഷേപിക്കുവാനുള്ളതല്ല. മാർക്കറ്റിൽ ശ്രദ്ധയോടെ നിങ്ങൾ നീങ്ങേണ്ട സമയമാണിപ്പോൾ. ടോറസ് റൊമാൻസ്. നിങ്ങൾക്ക് ഒരു പങ്കാളി ഉണ്ടെങ്കിൽ ഇന്ന് ഒന്നിച്ച് നൃത്തത്തിന് പോകുക. അല്ല, പങ്കാളി ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ വീട്ടുകാരോ ഒത്ത് ഒന്ന് പുറത്തിറങ്ങുക. കാരണം ഇന്ന് കൂട്ടുകൂടിയുള്ള കാര്യങ്ങളിൽ ആസ്വാദനം വളരെയധികമായിരിക്കുമെന്ന് കാണുന്നു. നിങ്ങളുടെ വേവലാതികൾ അല്ലെങ്കിൽ ജോലി തിരക്ക് അല്ലെങ്കിൽ പഠനം എന്നിവ ഒന്ന് മറക്കുക. എന്നിട്ട് കുറച്ച് വിനോദത്തിനുള്ള വഴി കണ്ടെത്തുക, ആസ്വദിക്കുക. ടോറസ് കരിയർ. ഔദ്യോഗിക രംഗത്തിന് ചില ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. ഇത് നിങ്ങൾ ഇത്രയും കുറഞ്ഞ കാലയളവിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്നാൽ നിങ്ങളുടെ പ്രയത്നങ്ങളുടെ ഫലമാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ഭാവി രൂപപ്പെടുത്തുവാനും അവസരമൊരുക്കും. ടോറസ് ഫൈനാൻസ്. വിദേശത്തുള്ള ഒരു വ്യക്തിയുമായി നിക്ഷേപമോ കൂട്ടുകെട്ടോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അത് വളരെ നല്ലതെന്ന് തോന്നിക്കുമെങ്കിലും ഇപ്പോഴത് നിങ്ങൾ ഒഴിവാക്കുക. ഇപ്പോൾ തുടങ്ങിയാൽ അത് ഒരുപക്ഷെ ഫലദായകമാകുകയില്ല. അതുകൊണ്ട് നല്ല സമയം വരും വരേക്കും മാറ്റിവെക്കുക. നിങ്ങൾ ഇങ്ങനെ ചെയ്തതിൽ നിങ്ങൾ സന്തോഷിക്കും. ടോറസ് ഹെൽത്ത്. ഇന്ന് മാനസിക പിരിമുറുക്കം ഏറ്റവും കുറഞ്ഞ നിലയിലായിരിക്കും നിങ്ങൾക്ക്. ഉയർന്ന ഊർജവും ഉണ്ടാകും. അത് അത്ഭുതപ്പെടുത്തുന്നതെങ്കിൽ സ്വാഗതാർഹമായിരിക്കും. ആനന്ദിക്കുക. ഇങ്ങനെയുള്ള ദിനങ്ങൾ കുറഞ്ഞ മാനസിക പിരിമുറുക്കവും സന്തോഷകരവുമായ മൂടുമുള്ളവ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇന്ന് നിങ്ങൾക്ക് ഒന്ന് പുറത്തു പോകുവാനും ആസ്വദിക്കുവാനും പുതുതായി ലഭിച്ച ഈ ആനന്ദങ്ങൾ വേണ്ടുവോളം ആസ്വദിക്കാനും അവസരമുണ്ടാകും. ജെമിനി ഓവർവ്യൂ. സന്തോഷത്തോടും സമാധാനത്തോടും കൂടി താങ്കൾ ഇന്ന് ജീവിക്കുന്നു. താങ്കളുടെ സമയം സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമിടയിൽ ചിലവിടുക. കാരണം ഇവ രണ്ടും താങ്കളെ സന്തോഷവാനാക്കുന്നു. ഈ ദിനങ്ങളിൽ ബന്ധങ്ങൾ സുഗമമായി പോവുകയും താങ്കളുടെ ഒരുപാട് നാൾ മുമ്പ് ഏൽപ്പിച്ച ചുമതല അദ്ദേഹത്തെ കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. ജെമിനി റൊമാൻസ്. പരസ്പര ധാരണയുള്ളവരാണ് നിങ്ങൾ ഇരുവരുമെങ്കിലും ഇന്ന് നിങ്ങളുടെ പങ്കാളിയുമൊത്തുള്ള ബന്ധം തീർത്തും രസകരമായിരിക്കും. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു പുതിയ ബന്ധത്തിന് തുടക്കം കുറിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ദീർഘകാലം നിലനിൽക്കുന്നതും സുന്ദരവുമായി തീരും. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും ഒരു സമ്മാനം ലഭിക്കും. അത് നിങ്ങളെ വളരെക്കാലം ഓർമ്മിക്കുകയും ചെയ്യും. കാരണം അത് ഒരു പ്രത്യേക അവസരം പ്രമാണിച്ച് നിങ്ങൾക്ക് ലഭിച്ചതാണ്. ജെമിനി കരിയർ. ഈയിടെയായി നിങ്ങളുടെ പദ്ധതികളെല്ലാം സുഗമമായി പൂർത്തിയാക്കാനാകുന്നില്ലെന്ന് നിങ്ങൾ കാണുന്നു. ഇതൊരു പക്ഷേ സഹായകരമല്ലാത്ത സ്വഭാവമുള്ള ചിലർ ചുറ്റിലുമുള്ളതുകൊണ്ടായിരിക്കാം. അവർ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതുകൊണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ എങ്ങനെ ജോലി ചെയ്യണമെന്നതിനും ഒരു പദ്ധതി നിങ്ങൾ രൂപപ്പെടുത്തണം. നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ സുദൃഢമാക്കാനുമുള്ള കഴിവുകൾ ഇതിനായി ഉപയോഗിക്കുക. ജെമിനി
ഫൈനാൻസ്. വ്യാപാര രംഗത്ത് എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ വഞ്ചിതനാകാതിരിക്കുവാൻ ജാഗരൂകനായിരിക്കുക. നിങ്ങളുടെ കൂട്ടാളികൾ അർഹിക്കുന്നതിലും കൂടുതൽ ലാഭമെടുക്കുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക രംഗത്ത് ഇതൊരു നല്ല ദിവസം തന്നെയാണ്. എന്നിരുന്നാലും നിങ്ങളുടെ സാമ്പത്തിക ഉന്നമനം കൂടുതൽ മെച്ചമുള്ളതാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തീരുമാനമെടുക്കുവാനുള്ള കഴിവിനെ മൂർച്ചയോടുകൂടി തന്നെ വയ്ക്കണം. ജെമിനി, ഹെൽത്ത്. ആരോഗ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നല്ല വാർത്തകളുണ്ട്. സുഹൃത്തുക്കളുടെ നിർബന്ധവും ദൃഢനിശ്ചയവും കൊണ്ട് നിങ്ങൾ മദ്യപാനശീലം ഒഴിവാക്കും. ഇത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല, മൊത്തത്തിൽ നിങ്ങളുടെ സ്വാസ്ഥ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ക്യാൻസർ, ഓവർവ്യൂ. ഇപ്പോൾ നിങ്ങൾക്ക് അംഗീകാരവും ബഹുമാനവും കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ജോലി ചെയ്തില്ലെങ്കിൽ അതിന് വേറെ ആരെങ്കിലും അർഹരാകും. നിങ്ങളുടെ നേട്ടങ്ങൾക്കിടയിലുള്ള വിശ്രമവേളയിൽ ഇതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ടതായി വരും. ക്യാൻസർ, റൊമാൻസ്. ഇന്ന് പ്രത്യേകമായ ഒരു അവസരമുണ്ടാകും. അതിനാൽ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും ആസ്വദിക്കുവാനായി പുറത്തുപോകും. പുറത്തു കടന്ന് പട്ടണം ഇളക്കി മറിക്കുക. ഈ മുഴുവൻ ദിവസവും പരസ്പര ഐക്യവും സന്തോഷവും നിറഞ്ഞതായിരിക്കുമെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ ആസ്വദിക്കുക. ഈ വിശ്രമവേളയും പങ്കാളിയുമൊത്തുള്ള ഈ സമയം നിങ്ങൾ അർഹിക്കുന്നതാണ്. ക്യാൻസർ, കരിയർ. ജോലി സംബന്ധമായ യാത്രയ്ക്കുള്ള സാധ്യതകൾ വളരെയധികം കാണുന്നു. അതിനായി നല്ല സമയവുമാണിത്. കാരണം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സുഗമമായി കൈവരിക്കാനാകുമെന്ന് കാണുന്നു. വിവരങ്ങൾ ശേഖരിക്കുവാനും നിങ്ങൾക്കായി ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുവാനും ഈ സമയം ഉപയോഗിക്കുക. ക്യാൻസർ, ഫൈനാൻസ്. ഈയിടെ ഉണ്ടായ സാമ്പത്തിക നഷ്ടത്തിൽ നിന്നും ഇന്ന് നിങ്ങൾ കരകയറുന്നുവെന്ന് നിങ്ങൾ കാണും. പെട്ടെന്നുണ്ടാകുന്ന ഒരു ധനലാഭം നിങ്ങളുടെ ബജറ്റിലെ കമ്മി നികത്തും. എന്നിരുന്നാലും ഇപ്പോഴും നിങ്ങൾ സാമ്പത്തിക രംഗത്ത് ആലോചനയില്ലാതെ തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ഈ അടുത്തയിടെ നിങ്ങൾ എടുത്ത ചില തീരുമാനങ്ങളാണ് സാമ്പത്തിക രംഗത്ത് നിങ്ങൾ വീണ കുഴിയിൽ നിന്നും ഇപ്പോൾ നിങ്ങളെ കരകയറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ് കിട്ടിയ ഈ സാമ്പത്തിക ലാഭത്തെ കുറച്ചു കാണരുത്. കാരണം നിങ്ങളുടെ സാമ്പത്തിക ജീവിതം തികച്ചും സുസ്ഥിരമല്ലാത്തതാണ്. ക്യാൻസർ, ഹെൽത്ത്. മദ്യം ഒഴിവാക്കുക. അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. മദ്യം ഒഴികെയുള്ള പാനീയങ്ങൾ കഴിക്കുന്നുവെന്നതിൽ ഉറച്ചു നിൽക്കുക. അതുപോലെ ഭക്ഷണകാര്യത്തിലും കുറച്ച് ശ്രദ്ധിക്കുക. അനാവശ്യ ഭക്ഷണങ്ങൾ കഴിച്ച് അസുഖം വരുന്നുവെന്ന തോന്നലുണ്ടാകാതിരിക്കുവാൻ ആണിത്. ലിയോ, ഓവർവ്യൂ. സുഹൃത്തുക്കളുമായും കുടുംബവുമായും സമയം ചെലവഴിക്കുന്നത് മുഖാന്തരം ഈ നാളുകളിൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം അലിഞ്ഞ് ഇല്ലാതാകും. നിങ്ങളുടെ മനസ്സിന് ആശ്വാസം ലഭിക്കേണ്ടതിന് നടത്തത്തിന് പോകുകയോ പുസ്തകം വായിക്കുകയോ ചെയ്യേണ്ടതാണ്. കുടുംബത്തിൽ തന്നെ ശ്രദ്ധ വയ്ക്കുകയും അവരോടുകൂടെയുള്ള സമയം ചെലവഴിക്കൽ അംഗീകരിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്. ലിയോ, റൊമാൻസ്. നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ പങ്കാളിയിൽ നിന്നും ഇന്ന് ഒരു സമ്മാനം ലഭിക്കുമെന്ന് കാണുന്നു. ഈ സമ്മാനം നിറഞ്ഞ ഹൃദയത്തോടെയും നല്ല ഉദ്ദേശത്തോടെയും തന്നതാകയാൽ അവർക്ക് നന്ദി പറയുക. ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് അവരെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിഞ്ഞാൽ നിങ്ങളുടെ പങ്കാളിക്കത് നിധി കിട്ടിയതുപോലെ ആയിരിക്കും. ലിയോ, കരിയർ. നിങ്ങളുടെ പൂർത്തിയാക്കിയിട്ടില്ലാത്ത ചില ജോലികൾ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ഈ സമയം നിങ്ങളുടെ കീഴ് ജീവനക്കാർക്ക് പരമാവധി മെച്ചം നൽകിക്കൊണ്ട് പ്രേരണ ചെലുത്താവുന്നതാണ്. എങ്കിലും ഓരോരുത്തരും അത്രയേറെ പ്രേരിപ്പിക്കപ്പെട്ടെന്ന് തോന്നിപ്പിക്കരുത്. അതിനാൽ പ്രേരണയ്ക്കായി ചില കഴിവുകൾ കാണിക്കുന്നവരെ തിരഞ്ഞെടുക്കുക. ജോലിയിൽ നിങ്ങൾ വെല്ലുവിളികൾ നേരിടുന്ന തരത്തിലുള്ള ചുമതലകൾ ഏറ്റെടുക്കുക. ലിയോ, ഫൈനാൻസ്. നിങ്ങൾ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ വരുമാനത്തിന്റെ കാര്യത്തിൽ ഇന്ന് എടുത്തു പറയേണ്ടുന്ന ഒരു ദിനമായിരിക്കും. ദേശത്തിനകത്തോ പുറത്തോ ഉള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് വളരെ തിളക്കമാർന്ന ഒരു ജോലി സാധ്യതയ്ക്കുള്ള നിർദ്ദേശം വന്നുചേരും. നിങ്ങളുടെ ഈ സാധ്യത നല്ലൊരു തുക ശമ്പളത്തിന്റെ വാഗ്ദാനത്തോടെയാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ വളരെ സന്തോഷവാനാകും. ലിയോ, ഹെൽത്ത്. ആരോഗ്യകാര്യത്തിൽ ഇന്ന് പുരോഗതി ഉണ്ടാകും. ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വേവലാതിപ്പെടുവാൻ നിങ്ങൾ തയ്യാറല്ലാത്തതാണിതിന് കാരണം. ഇത് നിങ്ങളുടെ ഊർജം നല്ല നിലയിൽ ഉപയോഗിക്കാൻ നിങ്ങളെ സഹായിക്കും. എന്നിരുന്നാലും അനാവശ്യ വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നത് നന്നായിരിക്കും. ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ വിപരീതമായി ബാധിക്കുമെന്നതാണ് അതിന് കാരണം. നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ജോലി ചെയ്യുവാനും പറ്റിയ സമയമാണിതെന്ന് മനസ്സിലാക്കണം. വെർഗോ, ഓവർവ്യൂ. നിങ്ങൾ പൊതുവായതോ അല്ലാത്തതോ ആയ ആഘോഷത്തിൽ പങ്കെടുക്കും. ഇന്ന് ബന്ധുക്കളുടെ വീട്ടിലോ സാമൂഹ്യ പരിപാടികളിലോ പങ്കെടുത്ത് ആഘോഷിക്കാനുള്ള അവസരമാണ്. യഥാർത്ഥത്തിൽ ചെയ്തു തീർക്കുവാനുള്ള പ്രവൃത്തികൾക്കുള്ള അവസരം കൂടി ലഭിക്കും. ഇപ്പോൾ മറ്റുള്ള എന്തിനേക്കാളും പ്രാധാന്യം ഇതിനാണ്. വെർഗോ, റൊമാൻസ്. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളുമൊത്ത് ഒരു വിനോദയാത്രയ്ക്കുള്ള ദിനമാണ്.
ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ യാത്ര പുറപ്പെടില്ലായിരിക്കാം. എന്നിരുന്നാലും അനുരാഗം നിറഞ്ഞ ഒരു വിനോദയാത്ര കുറച്ചു ദിവസമായി നിങ്ങളുടെ മനസ്സിലുണ്ട്. പ്രേമികൾക്ക് ഇന്ന് വടക്ക് ദിശയിലേക്കുള്ള യാത്ര നന്നായിരിക്കുമെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ യാത്ര പുറപ്പെടുകയാണെങ്കിൽ എവിടേക്ക് പോകണമെന്നത് നിങ്ങൾക്കിപ്പോൾ നല്ലവണ്ണം അറിയാം. ഈ അനുരാഗം നിറഞ്ഞ വിനോദയാത്ര ആസ്വദിക്കുക. Virgo. കരിയർ. നിങ്ങൾക്കിന്ന് വിജയം കൈവരിക്കണമെങ്കിൽ നിങ്ങളുടെ ടീമിലെ മറ്റംഗങ്ങളും കൂടെ ജോലി ചെയ്യുന്നവരും നിങ്ങളെ സഹായിക്കുക എന്നത് അനിവാര്യമാണ്. കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നും സമയാസമയങ്ങളിൽ ലഭിക്കുന്ന സഹായം ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ടീം സ്പിരിറ്റ് നിലനിർത്തി സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കേണ്ടത് നിങ്ങളുടെ കൂടെ താല്പര്യത്തിനനുസൃതമായിരിക്കും. മറ്റുള്ളവരെ ഒഴിവാക്കി ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നത് കൂട്ടുകെട്ടിൽ സ്വരച്ചേർച്ചയില്ലായ്മയ്ക്കും കാരണമാക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പേ ഒരു പൊതു ചർച്ച നടത്തുന്നത് നല്ലതായിരിക്കും. Virgo. ഫൈനാൻസ്. നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാമ്പത്തിക തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ കൂട്ടാളിയുമായി കൂടി ആലോചിച്ച് മാത്രം എടുക്കുക. പണസഞ്ചി ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിലായിരിക്കാം. എന്നിരുന്നാലും വീടിനെ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ വീട്ടിലുള്ള എല്ലാവരെയും ബാധിക്കുന്നതാണ്. കൂട്ടാളിയുടെ അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ക്ഷണിക്കുക. എന്നിട്ട് ഇരുവരും ചേർന്ന് കൂട്ടായി ഒരു തീരുമാനത്തിലെത്തുക. ഇത് നിങ്ങളുടെ ശക്തി അല്ലെങ്കിൽ ബുദ്ധി എന്നിവയ്ക്ക് ഒരു കോട്ടവും ഉണ്ടാക്കില്ല. Virgo. ഹെൽത്ത്. ഇന്ന് സത്യമായും നിങ്ങൾക്ക് നല്ല സ്വാസ്ഥ്യം തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യത്തിൽ ചീത്തയായി ഒന്നും ഇന്ന് പ്രവചിക്കാനില്ല. നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ സ്വാസ്ഥ്യങ്ങൾ അതിന്റെ ഉത്തുംഗത്തിലെത്തുകയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് സുഖകരമായ ഒരു ശക്തി പകരുന്നു. ഇന്നത്തെ ഈ നല്ല സ്വാസ്ഥ്യം ആസ്വദിക്കുക. നടക്കാനിറങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു കായിക വിനോദത്തിൽ ഏർപ്പെടുക. നിങ്ങളുടെ ഊർജ്ജനില ഇന്ന് അതിന്റെ ഏറ്റവും ഉന്നതിയിലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മാനസിക സ്വാസ്ഥ്യവും. Libra. ഓവർവ്യൂ. ചിലപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമാകാതിരുന്ന വിദേശത്തെക്കുറിച്ച് ഒരു നല്ല പ്രതികരണം നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് വരാം. നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിലേക്കുള്ള പ്രവേശനത്തിനായി ഇത് സഹായിച്ചെന്ന് വരാം. നിങ്ങളൊരു വിദേശ തൊഴിലാളിയാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതൊരു പുതിയ ജോലിക്കായി തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ പൂർണ്ണമാകപ്പെടാത്ത അന്തർദേശീയ ഇടപാടുകളും നിങ്ങൾക്ക് വഴി ലഭിച്ചേക്കാം. Libra. റൊമാൻസ്. ഇന്ന് നിങ്ങളുടെ അനുരാഗ ജീവിതം കാത്തു സൂക്ഷിക്കുവാനായി നല്ല മനക്കരുത്തുണ്ടാകണമെന്ന് കാണുന്നു. നിങ്ങൾ ദീർഘകാലമായി ഈ ബന്ധത്തിൽ തന്നെയായിരുന്നുവെങ്കിൽ ആ ബന്ധം കാത്തു സൂക്ഷിക്കുവാനായി വികാരങ്ങളുടെ മുകളിൽ നിയന്ത്രണം ആവശ്യമായി വരും. നിങ്ങളുടെ പരസ്പര ബന്ധത്തിന് എന്തു പറ്റിയെന്നും സ്നേഹമെല്ലാം എവിടെ പോയി മറഞ്ഞുവെന്നും നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടായിരിക്കാം. സത്യത്തിൽ പ്രശ്നങ്ങളും തടസ്സങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്ര വലുതല്ല. അതുകൊണ്ട് തന്നെ മനസ്സിൽ വ്യക്തതയോടെ പൂർണ്ണരൂപം മാത്രം കാണുക. നിങ്ങൾ എളുപ്പത്തിൽ സ്ഥിരതയിലെത്തും. Libra. കരിയർ. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ നിലവിലെ തൊഴിൽ സംബന്ധിച്ച പാതയിലും അതിശയകരമായ രീതിയിൽ സംതൃപ്തനാവുന്നതായി തോന്നുന്നു. എല്ലാം വളരെ മികച്ചതായേക്കില്ല, എങ്കിലും ഈ നിമിഷം അവ നന്നായിരിക്കും. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ തൃപ്തനാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ടു പോകുന്നതിനും നിങ്ങളുടെ കമ്പനിയിലെ മാനേജരുമായുള്ള നിങ്ങളുടെ നില മെച്ചപ്പെടുത്തുന്നതിനും ഈ ദിവസങ്ങൾ ഉപയോഗിക്കുക. Libra. ഫൈനാൻസ്. വിദേശത്തു നിന്നുള്ള വാർത്തകൾ ലാഭത്തിൻ്റെതാണ്. വിദേശത്തുള്ള ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്ന ഒരു വ്യവസായത്തിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിനം വളരെ നല്ലതായിരിക്കും. ഇന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഓർഡറുകൾ ലഭിക്കും. അതിനനുസരിച്ച് ഉൽപാദനം കൂട്ടുവാനും വേണ്ടത് ചെയ്യുക. പക്ഷേ ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ഒത്തുതീർപ്പരുത്. കാരണം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഭാഗ്യം അതുപോലെ ഒഴിഞ്ഞു പോകുവാനും കാരണമാകും. Libra. ഹെൽത്ത്. ജോലി സംബന്ധമായ അല്ലെങ്കിൽ കുടുംബ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഇന്ന് നിങ്ങളെ അലട്ടും. അത് നിങ്ങളുടെ മനസ്സിന്റെ പിരിമുറുക്കം കൂട്ടും. അന്തർപ്രേരണ കുറയ്ക്കും. മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാനും മാംസപേശികളിലെ വലിവിനെ കുറവ് വരുത്തുവാനുമായി മാർഗദർശനത്തോടെ യോഗാഭ്യാസം അല്ലെങ്കിൽ ധ്യാനം എന്നിവ ചെയ്യുക. നിങ്ങളുടെ ഊർജ്ജ നിലവാരം വർദ്ധിക്കുന്നതും മാനസിക പിരിമുറുക്കം കുറയുന്നതും നിങ്ങൾ അറിയും. Scorpio. ഓവർവ്യൂ. ഏറ്റുമുട്ടലുകളിൽ ഉൾപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങളുടെ ബോസുമായോ സഹപ്രവർത്തകരുമായോ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചില നേരങ്ങളിൽ എത്ര ചെയ്തു എന്നതിനേക്കാൾ എത്രത്തോളം മനോഹരമാക്കി എന്നതിന് പ്രാധാന്യം അർഹിക്കുന്നു. ആയതിനാൽ ഓരോ പ്രശ്നങ്ങളിലും വളരെ ശ്രദ്ധാപൂർവം ഇടപെടുക. അങ്ങനെ ചെയ്താൽ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ പൂർണ്ണ സംതൃപ്തനാകും. Scorpio. റൊമാൻസ്. ഇന്ന് നിങ്ങളുടെ വികാരങ്ങൾ പങ്കാളിയോട് തുറന്ന് വ്യക്തമായി പറയുവാനുള്ള ദിനമാണ്. അത് അവർ എങ്ങനെ എടുക്കുമെന്നൊരു ചിന്തയുണ്ടെങ്കിൽ പറയുന്നതിനു മുമ്പായി അത് ഒരു എഴുത്തിന്റെ രൂപത്തിൽ സമയമെടുത്ത് എഴുതുക.
ഈ എഴുത്ത് കാര്യങ്ങൾ പറയുന്നതിന് ഒരു സഹായമായി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ എഴുത്ത് തന്നെ പങ്കാളിക്ക് കൊടുക്കുക. അതേസമയം നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നുവെന്നും ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഇടയ്ക്ക് കയറി വരാം. സ്കോർപിയോ. കരിയർ. ഇന്ന് ഓഫീസിലെ അഭ്യൂഹങ്ങളും അപവാദങ്ങളും നന്നായി പ്രവർത്തിക്കും. ഇവയിൽ ചിലത് നിങ്ങളെക്കുറിച്ചാണെങ്കിൽ പോലും ഇത്തരം കോലാഹലങ്ങളെയെല്ലാം അവഗണിക്കാൻ നന്നായി പ്രയത്നിക്കുക. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കാനും അത് മോശമായി ചിത്രീകരിക്കാനും മാത്രമാവും ഉപകരിക്കുക. നിങ്ങൾ ഇന്ന് തൊഴിലിൽ നന്നായി ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങളെ മോശമായി കാണാൻ ശ്രമിക്കും. എന്നാൽ ആത്യന്തികമായി നിങ്ങളുടെ ആഗ്രഹവും ദൃഢനിശ്ചയവും നിങ്ങളെ ഉയരത്തിലെത്തിക്കും. നിങ്ങൾ ഇന്ന് ഓഫീസിൽ നിങ്ങളുടെ പിറകിൽ നടക്കുന്നതിനെക്കുറിച്ച് ജാഗ്രത പാലിക്കുക. സ്കോർപിയോ. ഫൈനാൻസ്. സാമ്പത്തിക ലാഭങ്ങളും അനുമോദനങ്ങളും ബുദ്ധിമുട്ടില്ലാതെ നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ പ്രത്യേക പ്രയത്നമില്ലാതെ തന്നെ ഇന്ന് നിങ്ങളുടെ കൈവശം വളരെ വലിയ ഒരു തുക വന്നു ചേരും. ഒരുപക്ഷെ ഇത് പാരമ്പര്യ വസ്തു വഴിയാകാം. ഇത് നിങ്ങൾക്ക് സ്വാഗതാർഹമായ ഒരു സാമ്പത്തിക സ്ഥിതി വരുത്തും. അത് മുഴുക്കെ പെട്ടെന്ന് ചിലവഴിച്ച് തീർക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. സാമ്പത്തിക തീരുമാനങ്ങൾ ബുദ്ധിപൂർവമാണ് എടുക്കുന്നതെന്നും ഉറപ്പുവരുത്തുക. സ്കോർപിയോ. ഹെൽത്ത്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇന്ന് നിങ്ങൾക്ക് സ്റ്റാമിനയിൽ കുറവുള്ളതുപോലെയും അതുകൊണ്ട് തന്നെ ഉന്മേഷക്കുറവും തളർച്ചയും തോന്നും. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ നിന്നും പുറത്തു കടത്തുവാൻ കുറച്ചധികം ഉൽപ്രേരണയുടെ ആവശ്യമുണ്ട്. വിഷമിക്കേണ്ട, ഇതൊരു താൽക്കാലിക അവസ്ഥയാണ്. ശാരീരികമായും മാനസികമായും വളരെ വേഗത്തിൽ നിങ്ങൾ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്കെത്തും. സജിറ്റേറിയസ്. ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുമായുള്ള ബന്ധം കുറെ കൂടെ മെച്ചപ്പെടും. സമയം ചിലവഴിച്ച് ഓരോരുത്തരുടെ കൂടെയും സന്തോഷിക്കുക. അത് നിങ്ങളുടെ അടുപ്പത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കും. ഒരുമിച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവുക എന്നിവയിലൂടെ സൗഹൃദം വർദ്ധിപ്പിക്കും. സജിറ്റേറിയസ്. റൊമാൻസ്. സത്യസന്ധമല്ലാത്ത ഒരു വഴിയിലൂടെ നിങ്ങൾ ഒരാളോട് ഇന്ന് പെരുമാറുവാൻ സാധ്യത കാണുന്നതിനാൽ ഇന്ന് അനുരാഗത്തിന്റെ കാര്യത്തിൽ കുറച്ച് ജാഗരൂകമായിരിക്കുന്നത് നല്ലതാണ്. ആരെങ്കിലും നിങ്ങളെ ഈയിടെ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നുകൂടി ആലോചിക്കുക. അവർ പറയുന്നതും ഈ ബന്ധവും സത്യസന്ധമോ എന്ന് ഒന്നുകൂടി ആലോചിക്കുക. ഈ വ്യക്തി ചെയ്തതിൽ എന്തെങ്കിലും വെറും ഹ്രസ്വകാല ലാഭത്തിനായിട്ടാണോ എന്ന് ഒന്നുകൂടി ആലോചിക്കുക. ഇന്ന് വളരെയധികം സ്വയം സംരക്ഷണം ആവശ്യമാണ്. സജിറ്റേറിയസ്. കരിയർ. നിങ്ങൾക്കിന്ന് തൊഴിൽ സംബന്ധമായ സംശയങ്ങളിൽപ്പെട്ട് ഉഴലുകയും ഒരു വിദഗ്ധന്റെ ഉപദേശം തേടുകയും ചെയ്യണമെന്ന് തോന്നും. നിങ്ങളുടെ സംശയം എവിടെയാണെന്ന് ഇയാളുമായി തുറന്നു തന്നെ ചർച്ച ചെയ്യുകയും എന്ത് സഹായമാണ് വേണ്ടതെന്ന് പറയുകയും ചെയ്യണം. ഇയാൾ നിങ്ങളെ അയാളുടെ ഏറ്റവും നല്ല തീരുമാനത്തോടും നിങ്ങളുടെ താല്പര്യം വെച്ച് നിങ്ങളെ നയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സജിറ്റേറിയസ്. ഫൈനാൻസ്. സാമ്പത്തിക കാര്യത്തിൽ ഇന്നെന്തോ അശുഭം കാണുന്നു. നിങ്ങൾ വിശ്വസ്തനല്ലാത്ത ഒരാളിൽ നിന്നും കടം വാങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ നിന്നെടുത്ത ഒരു ലോൺ നിങ്ങളെ വേട്ടയാടുവാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ആരിൽ നിന്നാണോ കടം വാങ്ങിയത് അവരിന്ന് തിരഞ്ഞെത്തും. ഇന്ന് നിങ്ങൾക്ക് ആ കടം ഉടൻ വീട്ടേണ്ടി വരും. അതിനെ നേരിടുകയാണ് നല്ലത്, അല്ലാതെ അതിൽ നിന്നും ഓടിയൊളിക്കുകയല്ല. സജിറ്റേറിയസ്. ഹെൽത്ത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ അനാരോഗ്യത്തിന് ശേഷം ഇന്ന് നിങ്ങൾക്ക് നല്ല സുഖം തോന്നുന്നു. കുറഞ്ഞ മാനസിക പിരിമുറുക്കം നിങ്ങളുടെ രക്തസമ്മർദ്ദം കുറയ്ക്കും. നിങ്ങൾക്ക് ആശ്വാസവും തോന്നും. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഇന്ന് നല്ലതാണ്. ഗ്രഹനില അനുകൂലവും. വീട്ടിന് പുറത്തുള്ള കായിക വ്യായാമങ്ങൾ ആസ്വദിക്കുക, അല്ലെങ്കിൽ ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്നതുപോലെ ജിമ്മിൽ ചേരുക. നിങ്ങളുടെ ആരോഗ്യത്തിനാവശ്യമായ ഈ അനുക്രിയകൾ ദീർഘനാളത്തേക്ക് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ആരോഗ്യമാണ് ധനം. കാപ്രിക്കോൺ. ഓവർവ്യൂ. നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ സുഹൃത്തുക്കളുമായി ആനന്ദം പങ്കുവയ്ക്കാനുള്ള ഒരു വേദി ലഭിച്ചേക്കും. നിങ്ങൾ ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും അത് നിന്റെ ജീവിതത്തിലുടനീളം പല മാറ്റങ്ങൾ വരുത്തുകയും സന്തോഷവും ആനന്ദവും പകരുകയും ചെയ്യും. കാപ്രിക്കോൺ. റൊമാൻസ്. ഇന്ന് അനുരാഗം ഏറ്റവും ഉത്തമത്തിലല്ല. അതൊന്നുകൂടി നന്നാക്കുവാൻ നിങ്ങൾ പ്രയത്നിക്കേണ്ടി വരും. ഇന്ന് നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും കുറച്ച് സമയമെടുത്ത് പരസ്പരം വികാരങ്ങൾ പങ്കുവെക്കും. അവ കുറച്ചു കാലമായി ദൈനംദിന പ്രവൃത്തികളുടെ ആദ്യകാലത്തിൽ മൂടപ്പെട്ട് കിടക്കുകയായിരുന്നുവല്ലോ. പരസ്പരം ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുകൊണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ പുതുജീവൻ വെക്കുന്നത് നിങ്ങൾക്ക് കാണാം. കാപ്രിക്കോൺ. കരിയർ. നിങ്ങളുടെ ജോലിയിലെ കാര്യങ്ങളിൽ ഇന്ന് നിങ്ങൾ ഉന്നത സ്ഥാനത്തും നിങ്ങളുടെ കഠിനാധ്വാനം ലാഭം നൽകുമെന്നും കാണാം. ജോലിയിൽ ഉൽപാദനക്ഷമത വഴി ലാഭം നേടുന്ന തൊഴിലാളികൾക്ക് ഇന്ന് ചില പ്രതിഫലം വരുന്നതായി കാണാൻ കഴിയും. നിങ്ങളുടെ കഠിനാധ്വാനം ശ്രദ്ധിക്കപ്പെടുകയും അത് തീർച്ചയായും സാമ്പത്തികമായി ഇന്ന് പ്രതിഫലം നൽകുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ ഇതിനെ മടിയനാകുന്നതിനുള്ള ഒരു കാരണമായി ഉപയോഗിക്കരുത്.
എങ്കിലും നിങ്ങളുടെ കഴിവുകൾ കുറയുന്നതിലൂടെ നിങ്ങളുടെ നേട്ടങ്ങൾ ബാഷ്പീകരിച്ചു പോവാം. Capricorn. ഫൈനാൻസ്. നിങ്ങളൊരു ഓഫീസിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഇന്ന് പ്രോത്സാഹനങ്ങൾ വഴി ചില ഗുണങ്ങൾ ഉണ്ടാകും. ഈ ഉൽപാദക ലക്ഷ്യങ്ങൾ നേടുവാനായി പ്രയത്നിക്കുവാൻ ഭയക്കേണ്ടതില്ല. കാരണം ഇങ്ങനെയുള്ള ഗുണങ്ങൾ നിങ്ങളുടെ വരുമാനത്തിന് നേട്ടങ്ങൾ നൽകും. നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നു, അതിനോടൊപ്പം നിങ്ങളുടെ പ്രതീക്ഷകളും. സാരമില്ല, നിങ്ങൾ ഒരു കഠിനാധ്വാനിയാണ്. നിങ്ങളുടെ പ്രയത്നത്തിന് പ്രതിഫലം ലഭിക്കും. നിങ്ങൾ ചോദിക്കുക പോലും ചെയ്യാതെ നിങ്ങൾക്ക് ശമ്പള വർധന നൽകുന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തും. Capricorn. ഹെൽത്ത്. ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പേ മനസ്സിനെ ശാന്തമാക്കുവാനായി കുറച്ചുനേരം ധ്യാനത്തിലേർപ്പെടുക. ഈയിടെയായി നിങ്ങൾക്ക് ചിന്തിക്കുവാൻ അനവധിയുണ്ട്. അത് നിങ്ങളുടെ രാത്രികളെ ഉറക്കമില്ലാതാക്കിയിരിക്കുന്നു. സ്വയം നിയന്ത്രണത്തിനുള്ള ചില ഉപാധികൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിന്ന് ഉറക്കമില്ലായ്മ ഇല്ലാതാക്കാം. കാലത്തെ ഉണർവോടെ എഴുന്നേൽക്കുകയുമാവാം. Aquarius. ഓവർവ്യൂ. ഇന്ന് താങ്കൾ പല പ്രവൃത്തി രംഗങ്ങളിലും സന്തുഷ്ടനായി കാണപ്പെടുകയും ആയതിനാൽ താങ്കൾ നഗരത്തിൽ പോയി കൂട്ടുകാരോട് ഒത്തുചേരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അലമാരയിൽ കുറേക്കാലം ഉപയോഗിക്കാതെ തൂങ്ങിക്കിടക്കുന്ന സൽക്കാര മേളകളിൽ ഉപയോഗിക്കാവുന്ന പ്രത്യേക വേഷം അണിയുകയും സ്വയം ആനന്ദിക്കുകയും ചെയ്യുക. ജോലി രംഗങ്ങളിലെ കാര്യങ്ങൾ സുഗമമായി പോവുകയും ഈ അടുത്തതായി നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിലും വളരെ യോജിപ്പുള്ളതുമാണ്. Aquarius. റൊമാൻസ്. നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ശാന്തിയും സമാധാനവുമുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ആ ഊഷ്മളത മൂലം നിങ്ങൾ പരസ്പരം ശാരീരികമായി മാത്രമല്ല വൈകാരികവും ബുദ്ധിപരവുമായ തലങ്ങളിലും ആസ്വദിക്കുന്നു. ഈ ബന്ധം നിലനിർത്തുക, കാരണം ഇത് നിങ്ങളുടെ സന്തോഷത്തിനായി വളരെയധികം ചെയ്യുന്നുണ്ട്. Aquarius. കരിയർ. വാർത്താവിനിമയത്തിനുള്ള നിങ്ങളുടെ കഴിവ് ഇന്ന് അതിന്റെ ഉത്തുംഗത്തിലാണ്. വാക്കുകൾ ഭംഗിയായി എന്നും നിങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇന്ന് തമാശകൾ നിറഞ്ഞ നിങ്ങളുടെ സംസാരം നിങ്ങളെ കൂടുതൽ ജനപ്രിയനാക്കും. നിങ്ങളുടെ ഈ കഴിവ് മൂലം ഇന്ന് ഓഫീസിൽ നിങ്ങളെ തേടി ഒരു അഭിമാനാർഹമായ പദ്ധതി ലഭിക്കും. Aquarius. ഫൈനാൻസ്. ഇന്ന് നിങ്ങൾ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ധാരാളിയുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് നിങ്ങൾക്കായി എന്തെങ്കിലും ആഡംബര വസ്തു വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നു. ഒരു വാഹനം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും പറ്റിയ സമയമാണിത്. അതുകൊണ്ട് ഉടൻ ഒരു വാഹന വ്യാപാരിയെ കാണുക. എന്നിരുന്നാലും അമിത വ്യയം ചെയ്ത് നിങ്ങളുടെ ബാങ്ക് ബാലൻസിനെ തകർക്കരുത്. പ്രായോഗികമായി ചിന്തിക്കുക. Aquarius. ഹെൽത്ത്. ഇന്ന് മൊത്തത്തിൽ നിങ്ങൾക്ക് നല്ല ദിനമാണെങ്കിലും ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശരീരഭാരത്തിന്മേലായിരിക്കും. ഈയിടെയായി കാണുന്ന പുതിയ ഭക്ഷണ രീതികൾ പരീക്ഷിക്കുവാൻ നിങ്ങൾ ആലോചിക്കും. ബുദ്ധിയോടെ തിരഞ്ഞെടുക്കുക, കാരണം ശരീരഭാരം കുറയ്ക്കുവാൻ ഏറ്റവും അനുയോജ്യമായത് ശരിയായ ഭക്ഷണശീലവും നിത്യേനയുള്ള വ്യായാമങ്ങളുമാണ്. ഒന്ന് പുറത്തു കടക്കൂ, പ്രകൃതിയെ ആസ്വദിക്കൂ. Pisces. ഓവർവ്യൂ. നിങ്ങൾ ഭാഗ്യവാനാണ്. നിങ്ങൾക്ക് ചില സുഹൃത്തുക്കളും ബന്ധുക്കളും വിദേശത്ത് താമസക്കാരായിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ വീട് വൃത്തിയായി സൂക്ഷിക്കുക. ചിലപ്പോൾ അപ്രതീക്ഷിതമായി ചില അതിഥികൾ വന്നേക്കാം. മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ അവധിക്കാലത്ത് വിദേശത്തേക്ക് പോകാൻ സാധിക്കും. Pisces. റൊമാൻസ്. നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തിയുമായി ഈ അടുത്ത കാലത്ത് നിങ്ങൾ പിരിഞ്ഞിരിക്കണം. ഈ വ്യക്തിയുമായി വീണ്ടും കൂടിച്ചേരുവാൻ നിങ്ങളുടെ ഹൃദയം കൊതിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ ഈ പങ്കാളിയെ നിങ്ങൾക്കിനി നേരിട്ട് കാണുവാനായില്ലെങ്കിലും ഈ രംഗത്ത് ഇന്ന് ചില ചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അടുത്തു തന്നെ ഒരു കണ്ടുമുട്ടൽ ഉണ്ടാകുമെന്നുള്ളതിന്റെ ചില സൂചനകൾ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. വിശിഷ്ടമായത് എന്തിനെങ്കിലും പദ്ധതിയിടൂ. Pisces. കരിയർ. വിദേശത്ത് പോയി പഠിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ന് നല്ല വാർത്ത ലഭിക്കും. വിദേശ ബന്ധങ്ങൾ ഇന്ന് ഗുണം ചെയ്യുമെന്ന് കാണുന്നു. വരാനിരിക്കുന്ന ഈ അവസരത്തിനായി തയ്യാറെടുപ്പുകൾ നടത്തുവാൻ ഇന്നത്തെ ദിനം ഉപയോഗപ്പെടുത്തുക. ഇതുതന്നെയാണ് ശരിയായ ദിശയെന്നുറപ്പിക്കുവാനും ഈ അവസരം ഇന്ന് സ്വീകരിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ മുന്നോട്ടു പോകുമെന്ന് ഉറപ്പാണ്. Pisces. ഫൈനാൻസ്. ഇന്ന് നിങ്ങൾ വിദേശത്തുള്ള ആരെങ്കിലുമായി കൂട്ടുകൂടുക. നിങ്ങൾ ഇരുവരുടെയും സാമ്പത്തിക നില ഭദ്രമാക്കുന്നതിന് അത് ഉപകരിക്കും. നിങ്ങൾ ശരിയായ ഒരു പങ്കാളിയെയാണ് കൂട്ടുപിടിക്കുന്നതെങ്കിൽ നിങ്ങൾക്കാലോചിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടും. നിങ്ങൾ ആരുമൊത്താണ് കൂട്ടുകൂടുന്നതെന്ന് നല്ലവണ്ണം ആലോചിക്കുക. നിങ്ങൾ തമ്മിലുള്ള എല്ലാ വ്യവസ്ഥകളും തുറന്നു സംസാരിക്കുക. എന്നാൽ പങ്കാളിത്തവുമായി മുന്നോട്ടു പോകുക. വിദേശ പങ്കാളിത്തം നിങ്ങൾക്ക് വളരെ ആദായകരമായ കരാറുകൾ ലഭിക്കുവാൻ ഇടവരുത്തും. Pisces. ഹെൽത്ത്. വളരെ ഗൗരവമേറിയ ഒരു അസുഖം നേരത്തെ തിരിച്ചറിയുന്നതിനാൽ അതിലെ മരുന്നുകളും ഭക്ഷണ വ്യവസ്ഥയിലെ ചില മാറ്റങ്ങളും ഉപയോഗിച്ച് മാറ്റിയെടുക്കുവാൻ കഴിയും. അതേസമയം നല്ല ആരോഗ്യം ആസ്വദിക്കുവാനായി ശാരീരികമായി എന്തെങ്കിലും അധ്വാനങ്ങൾ വേണ്ടി വന്നിരുന്നാൽ
അതും ചെയ്യുക. ഇന്ന് ആരോഗ്യത്തിന് മുൻതൂക്കം കൊടുക്കുക. ദീർഘകാലത്തിൽ അതിന്റെ ഗുണം നിങ്ങളറിയും. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഇല്ലെന്ന നിലപാടെടുക്കരുത്.